ഫ്രണ്ട്സ്, നമ്മൾ ഒരു കാര്യം നിരന്തരം ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സാധ്യത കൂടുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു ഗാർഡൻ പോലെയാണ്. നമ്മുടെ തോട്ട്സ്, നമ്മുടെ ബിലീഫ്, നമ്മുടെ ഇമോഷൻസ് ഇവയൊക്കെയാണ് ആ ഗാർഡനിൽ നമ്മൾ വിതച്ചുകൊണ്ടിരിക്കുന്ന വിത്തുകൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നല്ല വിത്തുകൾ വിതച്ചു കഴിഞ്ഞാൽ ആ ഗാർഡനിൽ നിന്ന് നല്ല ചെടികൾ നമുക്ക് കിട്ടും. മോശം വിത്തുകൾ വിതച്ചു കഴിഞ്ഞാലോ മോശം ചെടികൾ നമുക്ക് കിട്ടും. ഇത് തന്നെയാണ് നമ്മൾ തോട്ട്സിലൂടെയും നമ്മുടെ ബിലീഫിലൂടെയും നമ്മുടെ ഇമോഷൻസിലൂടെയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ വിതച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു കാര്യം ആവർത്തിച്ച് മനസ്സിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അതൊരു ബിലീഫായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് പണം ഉണ്ടാക്കാൻ കഴിയില്ല, എനിക്ക് പണം സേവ് ചെയ്യാൻ കഴിയില്ല, എന്നെ ആരും സ്നേഹിക്കില്ല, ഞാൻ അത്ര പോരാ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായിട്ടും സംഭവിക്കുവാനുള്ള ഒരു സാധ്യതയാക്കി നമ്മുടെ മനസ്സ് മാറ്റുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ചിന്ത ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് വന്നു എന്ന് കരുതി നമ്മുടെ ജീവിതം അങ്ങ് മാറാൻ പോകുന്നൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് തോന്നുകയാണ്, എൻ്റെ ജോലി പോയാലോ എന്നുള്ള രീതിയിൽ ഒരു ചിന്ത വരുന്നു. ഒപ്പം തന്നെ നമുക്കുണ്ടാകുന്ന ഇമോഷൻസ് എന്തായിരിക്കും? സന്തോഷമായിരിക്കുമോ? ഒരിക്കലും അല്ല, ഭയമായിരിക്കും അല്ലേ? എൻ്റെ ജോലി പോയാലോ എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് ഭയപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഭയപ്പെട്ടാൽ ഉടനെ പിറ്റേ നമ്മുടെ ജോലി പോകുന്നില്ല. എന്നാൽ കുറേ പ്രാവശ്യമായിട്ട് ഇമോഷൻസോട് കൂടി അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ, നിരന്തരമായിട്ട് എൻ്റെ ജോലി പോയാലോ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ, അത് തന്നെ മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ശക്തമായിട്ടുള്ള ഒരു പാറ്റേൺ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു പാറ്റേൺ ശക്തമായി രൂപപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ജോലി ഏതെങ്കിലും രീതിയിൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അൺലക്കി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് താനെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിൽ എത്ര നല്ല അവസരങ്ങൾ വന്നാലും അദ്ദേഹത്തിന് അത് കാണാൻ കഴിയില്ല. കാരണം അദ്ദേഹം എപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്? അദ്ദേഹം അൺലക്കി ആണ്. ആ രീതിയിലായിരിക്കും അദ്ദേഹം ചിന്തിക്കുന്നതും മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്യുന്നതും. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു ബിലീഫ് ഉണ്ട്. ആ ഒരു ബിലീഫ് അങ്ങോട്ട് മാറ്റി നോക്കുകയും നമ്മുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. പലപ്പോഴും പലരും ചിന്തിക്കുന്നത് ഈ അത്ഭുതങ്ങളൊക്കെ പുറത്ത് സംഭവിക്കുന്നതാണ്. ആ അത്ഭുതങ്ങൾക്ക് വേണ്ടി പലരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അങ്ങനെയല്ല. നമ്മുടെ ബിലീഫ് നമ്മൾ മാറ്റുമ്പോൾ നമ്മുടെ തോട്ട്സ് മാറാൻ തുടങ്ങും, നമ്മുടെ ഇമോഷൻസ് മാറാൻ തുടങ്ങും, നമ്മുടെ ഡിസിഷൻസ് മാറാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ആക്ഷൻസ് മാറാൻ തുടങ്ങും. ആക്ഷൻസ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടും മാറാൻ തുടങ്ങും. വളരെ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് നമുക്ക് ഏതൊരു കാര്യത്തിലും നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. രണ്ടുപേരെ സംബന്ധിച്ച് രണ്ടുപേർക്കും കിട്ടുന്ന അവസരങ്ങൾ ഒരുപോലെ തന്നെയാണ്. എന്നാൽ രണ്ടുപേരും അതിനെ വിനിയോഗിക്കുന്ന ഏത് രീതിയിലാണ്? അവർ വിശ്വസിച്ച് വെച്ചിട്ടുള്ള രീതിയിലാണ്. എനിക്കത് നേടിയെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ എനിക്കത് പരിഹരിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് നിസ്സാരമായിട്ട് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ പരിഹരിക്കുവാൻ കഴിയും. അയ്യോ, എനിക്കതിന് കഴിയില്ല. ചിലപ്പോൾ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കും. അവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്കും കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ച് ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാലും അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങും. ഫ്രണ്ട്സ്, നമ്മൾ ദിവസവും ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ആരോടുമല്ല, നമ്മൾ നമ്മളോട് തന്നെയാണ്. നമ്മൾ നമ്മളോട് എന്തൊക്കെ കാര്യങ്ങളാണ് ദിവസവും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സാരമായി ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഒരു കാരണവശാലും എനിക്ക് കഴിയില്ല, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ അത്ര പോരാ, എന്നെ ആരും സ്നേഹിക്കില്ല എന്നുള്ള വാക്കുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കുക. നമ്മുടെ മൈൻഡ് അത് സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ മൈൻഡിൻ്റെ ഭാഷയായി മാറുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ നമുക്കൊരു എക്സസൈസ് ചെയ്താലോ? നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു പേപ്പറും പേനയും എടുക്കുക. നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങളെക്കൊണ്ട് കഴിയില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ശക്തമായിട്ടുള്ള ഒരു ബിലീഫ്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതുക. അതെനിക്ക് സമ്പത്തുണ്ടാക്കുവാൻ കഴിയില്ല എന്നുള്ളൊരു വിശ്വാസമായിരിക്കാം, എന്നെ ആരും സ്നേഹിക്കില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം. എന്തുമാകട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തമായിട്ടുള്ള ഒരു ബിലീഫ് അത് വൃത്തിയായിട്ട് പേപ്പറിലേക്ക് എഴുതുക. ശേഷം അതിന് തൊട്ട് താഴെ അതിനെ നിങ്ങൾ പോസിറ്റീവായിട്ടൊന്ന് എഴുതി നോക്കിക്കേ. നിങ്ങൾക്ക് എന്തായിരിക്കും പോസിറ്റീവായിട്ട് എഴുതാൻ കഴിയുക? സമ്പത്തും സമൃദ്ധിയും അനുഭവിക്കുവാൻ എനിക്ക് കഴിയുന്നു, എനിക്കതിനുള്ള ഭാഗ്യമുണ്ട്, എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും നമ്മളത് പോസിറ്റീവായിട്ട് എഴുതുന്നത്. ശരിയല്ലേ? ഇനി ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഉടനെ അത്ഭുതങ്ങളങ്ങ് സംഭവിക്കുമെന്നാണോ? ഒരിക്കലുമല്ല. ഇനിയാണ് ടാസ്ക്. നമ്മുടെ മനസ്സ് ഇതങ്ങോട്ട് ഏറ്റെടുക്കില്ല. എന്തുകൊണ്ടാണ് ഏറ്റെടുക്കാത്തത്? വർഷങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ പറഞ്ഞ് നമ്മളൊരു പാറ്റേൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാറ്റേണിനെ മറികടന്ന് പോകാൻ നമ്മളിപ്പോൾ എഴുതി വെച്ചിട്ടുള്ള ആ പോസിറ്റീവായിട്ടുള്ള വാചകത്തിന് കഴിയണമെന്നില്ല. പക്ഷെ എങ്ങനെ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിപ്പീറ്റേഷനിലൂടെ ദിവസവും നമ്മൾ
നൂറുകണക്കിന് പ്രാവശ്യം നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഈ പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. പിന്നെ ഫീലോട് കൂടി പറയാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ ഫീലോട് കൂടി ദിവസവും 100ഓളം പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മുടെ ആ പാറ്റേൺ അങ്ങോട്ട് മാറാൻ തുടങ്ങും. കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്ന കാര്യങ്ങളെ നമുക്ക് കഴിയുമെന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സിൽ വിശ്വസിക്കുവാൻ കഴിയും. ഒപ്പം തന്നെ അതിന് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ആക്ഷൻസ് എങ്കിലും എടുത്തു പോവുക. കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് എപ്പോഴും എവിഡൻസ് ആണ് തേടുന്നത്. ഇന്നലകളിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ആക്ഷൻ എങ്കിലും എടുക്കുമ്പോൾ ബ്രെയിനിന് ഒരു എവിഡൻസ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ശക്തമായിട്ട് ഓരോ ദിവസവും ചെറിയ ചെറിയ ആക്ഷൻസ് കൂടി ഒന്ന് എടുത്തു നോക്കിക്കേ. തീർച്ചയായിട്ടും നമുക്ക് നേടാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളെയും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. നമ്മൾ ഇതുവരെയും ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത പല അത്ഭുതങ്ങളെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. ഓക്കെ ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എല്ലാ ചിന്തകളെയും നമുക്ക് അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. പക്ഷെ എന്തൊക്കെ ചിന്തകളെ നമ്മൾ നിരന്തരമായി ആവർത്തിക്കണം, എന്തൊക്കെ ചിന്തകളെ വിട്ടുകളയണം എന്ന് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് പരിശീലിക്കുവാനുള്ള കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എന്ത് ചിന്തകളാണ് നമുക്ക് വേണ്ടത്, എന്ത് ബിലീഫാണ് നമുക്ക് വേണ്ടത്, എന്ത് രീതിയിലുള്ള ഇമോഷൻസ് ആണ് നമുക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കി നമ്മൾ നിരന്തരം പ്രയത്നിക്കാനായിട്ട് തയ്യാറാവുക. തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ മുഴുവൻ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഇവിടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഓക്കെ ഫ്രണ്ട്സ്.